എല്ലാവർക്കും നമസ്കാരം. 2026 വിഷു ഫലങ്ങൾ തിരുവോണം നാളുകാരെ സംബന്ധിച്ച ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്നെല്ലാം നടക്കണമെന്നില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാം. നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടും ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകാം. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരാം. നിങ്ങളുടെ സ്വയം തൊഴിൽ നന്നായി തുടർന്നു കൊണ്ടുപോകാൻ നല്ല പരിശ്രമം വേണ്ടി വരും. അതൊക്കെ ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ സാമാന്യം നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ലതുപോലെ പരിശ്രമിക്കണം. എളുപ്പമല്ലാത്ത ഒരു സമയമാണിത്. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് കുറെ കൂടി ശ്രദ്ധ ആവശ്യമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യുക. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോകാതെ നോക്കണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തണം. സാഹചര്യങ്ങളെ ശരിക്കു പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാം. മനസ്സിന് ദുഃഖകരമായ പല അനുഭവങ്ങളും അപ്രതീക്ഷിതമായി വരാം. ചിലർക്ക് കുടുംബപരമായി ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. മറ്റു ചിലർക്ക് തൊഴിൽപരമായിട്ടായിരിക്കാം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം തരണം ചെയ്യേണ്ട ഒരു സമയമാണ്. മനസ്സിൻ്റെ ശ്രദ്ധ പതറിപ്പോകാതിരിക്കണം. ജാഗ്രതയോടെ മുമ്പോട്ട് പോകണം. ദുഃഖങ്ങളും സംഘങ്ങളും അകറ്റി നിർത്തുക. ധ്യാനം, യോഗ തുടങ്ങിയതൊക്കെ ശീലിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തുന്നതും ഗുണം ചെയ്യും.